നമസ്കാരം. ഇന്ന് നമുക്ക് കൂർമ്മ മഹാപുരാണത്തെക്കുറിച്ച് നോക്കാം. മഹാപുരാണ പരമ്പരയിലെ 15ാമത്തെ ഗ്രന്ഥമാണ് കൂർമ്മപുരാണം. ശിവനും വിഷ്ണുവിനും തുല്യ പ്രാധാന്യം നൽകുന്ന പുരാണമാണിത്. ബ്രാഹ്മി, ഭഗവതി, ശൗരി, വൈഷ്ണവി എന്ന 4 സംഹിതകളായി കൂർമ്മ മഹാപുരാണത്തെ വിഭജിച്ചിട്ടുണ്ടെങ്കിലും ബ്രാഹ്മി മാത്രമേ ഇപ്പോൾ നമുക്ക് ലഭ്യമുള്ളൂ. ഇപ്പോൾ കിട്ടുന്നത് ബ്രാഹ്മി സംഹിതയാണ്. 6000 ശ്ലോകങ്ങളാണ് അതിലുള്ളത്. ഷഡ് സഹസ്രി എന്നുകൂടി കൂർമ്മ മഹാപുരാണത്തിന് വിശേഷതയുണ്ട്. ഇതിന് 2 ഭാഗങ്ങൾ കാണാം: പൂർവഭാഗവും ഉത്തരഭാഗവും. പൂർവഭാഗത്തിൽ 53 അധ്യായങ്ങളും ഉത്തരഭാഗത്തിൽ 46 അധ്യായങ്ങളും, ആകെ 99 അധ്യായങ്ങളുണ്ട്. വ്യാസനിൽ നിന്ന് പുരാണകഥകൾ കേട്ടപ്പോൾ ഹർഷപുളകിതനായി രോമാഞ്ചം പൂണ്ടതുകൊണ്ടാണ് രോമഹർഷണൻ എന്ന പേര് സൂതന് കൈവന്നത്. മഹർഷിമാരുടെ അഭ്യർത്ഥന മാനിച്ച് വ്യാസനിൽ നിന്ന് അറിഞ്ഞ പ്രകാരം സൂതൻ കഥകൾ പറയാൻ തുടങ്ങി. സാങ്ഖ്യദർശനത്തിൻ്റെ സംഗ്രഹമാണ് കൂർമ്മ മഹാപുരാണത്തിലെ തന്തു. പ്രപഞ്ച സൃഷ്ടിയെപ്പറ്റിയുള്ള വിവരണം, അനാദിയായ പരമേശ്വരനാണ് ജഗത്കാരണമായ പരമമായ തത്വം എന്നതൊക്കെ ഇതിൽ പ്രതിപാദിക്കുന്നു. ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരുടെ സൃഷ്ടി, 4 മുഖങ്ങളിൽ നിന്ന് വേദങ്ങളുടെ ഉൽപ്പത്തി, മനുവിൻ്റെ പ്രാദുർഭാവം, സ്വയംഭൂ മനുവിൻ്റെ വംശം, ദക്ഷയാഗം, പാർവതി ജനനം, ശിവപൂജ, ഒട്ടനവധി വിഷയങ്ങൾ പൂർവഭാഗത്തിൽ കാണാം. 2 ഗീതകളാണ് ഉത്തരഭാഗത്തിൽ പ്രധാനമായും കാണുന്നത്: ഈശ്വരഗീതയും വ്യാസഗീതയും. ആത്മതത്വങ്ങളുടെ ഉപദേശമാണ് ഈശ്വരഗീത. ഓരോ വർണ്ണവിഭാഗത്തിലുള്ളവരുടെ നിത്യനൈമിത്തിക കർമ്മങ്ങളുടെ വിസ്തൃതമായ വിവരണമാണ് വ്യാസഗീത. ഇതിൻ്റെ വലിയ ഒരംശം തീർത്ഥങ്ങളും തീർത്ഥസ്നാനവും അതിൻ്റെ വിവരണങ്ങളാണ്. ഇത് വായിച്ചു കഴിയുമ്പോൾ ഭാരതം മുഴുവൻ തീർത്ഥാടനത്തിന് പോയതായും തീർത്ഥസ്നാനം ചെയ്തതായും ഓരോ ഭക്തനും വായനക്കാരനും അനുഭവം ഉണ്ടാകും. ഭക്തി വർദ്ധിപ്പിക്കുകയും ചിന്ത ഈശ്വരോന്മുഖമാക്കുകയുമാണ് കൂർമ്മ മഹാപുരാണത്തിൽ കാണുന്നത്. കാവ്യാത്മകമായ വർണ്ണനയും കാണാം. വിഷ്ണുവിനൊപ്പം ശിവനും പ്രാധാന്യം നൽകുന്ന പുരാണമാണിത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു സംയമനവും സന്തുലിത സ്ഥിതിയും കൂർമ്മ മഹാപുരാണം നിലനിർത്തുന്നു. സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് ഇഷ്ടമുള്ള ദേവനെ ഭജിക്കാൻ പുരാണങ്ങൾ ഭക്തന് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഇഷ്ടദേവതാ പൂജാസങ്കല്പം തന്നെ കൂർമ്മ മഹാപുരാണം മുന്നോട്ട് വയ്ക്കുന്ന സമന്വയത്തിൻ്റെയും സമദൃഷ്ടിയുടെയും ദർശനമാണ്. ശബ്ദബ്രഹ്മത്തിൻ്റെ പ്രാധാന്യം, ലോകത്തിൻ്റെ വാസ്തവസ്ഥിതികൾ, മതവിശ്വാസങ്ങൾ എന്നിവയെ ആഴത്തിൽ വിശകലനം ചെയ്യുന്നു. ഇതിലെ ഭൗതികവും ആത്മീയവുമായ ദർശനങ്ങളിൽ ധർമ്മത്തിൻ്റെ മഹത്വം, അതിൻ്റെ കടമകളുടെ പ്രാധാന്യം, സത്യമാർഗത്തിലേക്കുള്ള നിർദ്ദേശങ്ങൾ, കർമ്മധർമ്മങ്ങൾ, ആശ്രമധർമ്മങ്ങൾ, വർണ്ണധർമ്മങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായ പ്രതിപാദനമുണ്ട്. തപസ് മനുഷ്യൻ്റെ ആത്മീയ പുരോഗതിക്കായുള്ള പ്രധാന സാധ്യതയായി കാണുന്നു. പൂർവഭാഗത്തിൽ ഇന്ദ്രദ്യുമ്നൻ മോക്ഷവർണ്ണനം, പ്രാകൃത സർഗവർണ്ണനം, കാലസംഖ്യാ വിവരണം, രുദ്രസൃഷ്ടി, ദേവീമാഹാത്മ്യം, ദക്ഷയാഗധ്വംസനം, ത്രിവിക്രമചരിതം, ഇക്ഷ്വാകുവംശം, ഋഷിവംശം, ചന്ദ്രവംശം, യജധ്വജവംശം, ക്രോഷ്ടീവംശം, യദുവംശം വർണ്ണനകൾ, കൃഷ്ണൻ്റെ കൈലാസവാസം, പാർത്ഥൻ്റെ വ്യാസദർശനം, തീർത്ഥമാഹാത്മ്യം, ഭുവനകോശ വർണ്ണനം, കേതുമാല, ജംബുദ്വീപ്, പുഷ്കരദ്വീപ്, മന്വന്തര വർണ്ണനകൾ മുതലായവ കാണാം. ഉത്തരഭാഗത്തിൽ ഈശ്വരഗീതയിൽ പ്രകൃതിയും പുരുഷനും, ശിവനൃത്തം, ശിവസ്തുതി, സംസാര ക്ലേശങ്ങളെ തരണം ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ, ശിവൻ്റെ നിർമ്മല രൂപം, വ്യാസഗീത കഥനം, ബ്രഹ്മചാരിധർമ്മം, ബ്രാഹ്മണൻ്റെ നിത്യകർമ്മങ്ങൾ, ശ്രാദ്ധകൽപ്പം, ശ്രാദ്ധനിയമങ്ങൾ, ദാനധർമ്മം, വാനപ്രസ്ഥാശ്രമധർമ്മങ്ങൾ, യതിധർമ്മം, ബ്രഹ്മാവിൻ്റെ കപാലപ്രതിഷ്ഠ, മഹാലയ മാഹാത്മ്യം, ദാരുവന വർണ്ണനം മുതലായവ കാണാം. മനുഷ്യമനസ്സിനെ ഉന്നതമാക്കാനും മനസ്സിനെ ശുദ്ധീകരിക്കാനും തപസ്സിലൂടെ കഴിയുമെന്നും പറയുന്നു. അനാദികാലം മുതലുള്ള സൃഷ്ടിയുടെ തത്വങ്ങൾ, ധാർമ്മിക ചിന്തകൾ, മതാചാരങ്ങൾ ഒക്കെ അടങ്ങിയതാണ് കൂർമ്മ മഹാപുരാണം. ആധുനിക ജീവിതം വേഗതയേറിയതാണല്ലോ. ഭൗതിക ആഗ്രഹങ്ങൾ മുഖ്യമായിട്ട് ഉള്ളതായിരിക്കും. കൂർമ്മ മഹാപുരാണം അനുസരിച്ച് ധർമ്മം ഒരു വ്യക്തിയുടെ കേന്ദ്രബിന്ദു ആയിരിക്കണം. മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വ്യക്തിഗതവും സാമൂഹികവുമായ ധർമ്മത്തിന് അനുസൃതമായിരിക്കണമെന്നാണ് കൂർമ്മ മഹാപുരാണ സന്ദേശം. ആധുനിക കാലത്ത് ആചാരങ്ങൾക്കും മൂല്യങ്ങൾക്കും പ്രാധാന്യം കുറഞ്ഞുവെങ്കിലും കൂർമ്മ മഹാപുരാണം നമ്മളെ മായയിൽ നിന്ന് തിരിച്ചു പിടിച്ച് സത്യത്തിൻ്റെ പാതയിലേക്ക് നയിക്കുന്നു. ഇത് സാമൂഹിക ഉത്തരവാദിത്വം വളർത്തും. മനുഷ്യൻ്റെ സൗകര്യത്തിനായി അല്ലെങ്കിൽ വികസനത്തിനായി പ്രകൃതിയുടെ അമിത ഉപയോഗവും വിനാശവും പല ദുരന്തങ്ങൾക്കും കാരണമാകുന്നുവെന്ന്
നാം നിത്യവും കാണുന്നു. കൂർമ്മ മഹാപുരാണ സന്ദേശം പ്രകൃതിയെ ആദരിക്കാനും സംരക്ഷിക്കാനും പഠിപ്പിക്കുന്നു. ശാന്തിയും സമാധാനവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്ത് പരമസത്യത്തെ സ്വീകരിച്ച് ശാശ്വതമായ ആനന്ദത്തെ പ്രാപിക്കാൻ പുരാണ പാരായണം നമ്മെ സഹായിക്കുന്നു. കൂർമ്മ മഹാപുരാണത്തിൽ സമർപ്പണബോധവും സമാനതയുടെ പാതയും തെളിഞ്ഞു കാണാം. സമാനതയും സഹജീവിതവും പ്രോത്സാഹിപ്പിക്കാൻ പുരാണം സഹായിക്കുന്നു. മോക്ഷ സിദ്ധാന്തവും മാനസിക സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യവും എടുത്തുകാട്ടുന്നു. മനുഷ്യമനസ്സിനെ അടിമത്തത്തിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ച് ആത്മീയ പരിപൂർണതയിലേക്ക് കൈപിടിച്ചുയർത്തുന്നു. സമാധാനത്തിൻ്റെ സന്ദേശമാണിതിൽ മുന്നിട്ട് നിൽക്കുന്നത്. ലോകത്തെക്കുറിച്ചുള്ള അറിവുകൾ മനുഷ്യൻ കണ്ടെത്തിയത് സയൻസിലൂടെയും പുരാണങ്ങളിലൂടെയുമാണ്. ശാസ്ത്രവിജ്ഞാനപരമായ അന്വേഷണത്തോടു കൂടിയ ആധുനിക പഠനരീതിയും പുരാണം പാരമ്പര്യ രീതിയിലൂടെ സംഭാവന ചെയ്യപ്പെട്ട കഥകളും സിദ്ധാന്തങ്ങളും ആത്മീയതയും നിറഞ്ഞതാണ്. പ്രപഞ്ച സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കാനും ധർമ്മം സംരക്ഷിക്കാനും ഇടപെടുന്ന പ്രപഞ്ച സംരക്ഷകനായ കൂർമാവതാര രൂപമാണ് ഇതിൽ. മതപരമായ ആചാരങ്ങളിലൂടെ ആത്മീയ വളർച്ചയും ദൈവിക അനുഗ്രഹവും തേടുന്ന ഭക്തർക്ക് ഒരു പ്രായോഗിക വഴികാട്ടി കൂടിയാണ് ഈ പുരാണം സാംസ്കാരിക പൈതൃകത്തിൻ്റെയും ആത്മീയ ജ്ഞാനത്തിൻ്റെയും ഒരു ശേഖരമായി വർദ്ധിക്കുന്നു. പുരാതന ഭാരതീയ ചിന്താ പാരമ്പര്യങ്ങളെക്കുറിച്ച് കാഴ്ചകൾ തരുന്നു. വിശ്വാസികളുടെ ജീവിതത്തിൽ വിഷ്ണുവിൻ്റെ കാലാതീതമായ സാന്നിധ്യവും ദയയുള്ള കൃപയും ഉറപ്പിച്ചുകൊണ്ട് ഭക്തർക്കിടയിൽ ഭക്തി, പാണ്ഡിത്യം, ആത്മീയ ഉന്നതി എന്നിവയ്ക്ക് കൂർമ്മ മഹാപുരാണം പ്രചോദനം നൽകുന്നു. ഇതിവിടെ നിർത്തുന്നു.